കോട്ടയം വൈക്കത്ത് ആറ്റിൽ ചാടി കാണാതായ KN ബൈജുവിന്റെ മൃതദേഹം കണ്ടെത്തി. വെള്ളിയാഴ്ച പുലർച്ചെ തലയോലപ്പറമ്പ് വെട്ടിക്കാട്ട് മുക്ക് പാലത്തിൽ നിന്ന് ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടറും ഇയാളുടെ ചെരുപ്പും കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, എപ്പോഴാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഈ ആറ്റിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായത് വൈക്കം വെട്ടിക്കാട്ടുമുക്ക് പാലത്തിൽ നിന്നും ഇന്നലെ രാവിലെയോടുകൂടി ഈ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച ആളുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി കണ്ടെത്തിയിരിക്കുന്നത്. മാന്നാർ സ്വദേശിയായിട്ടുള്ള KN ബൈജു എന്ന് പറയുന്ന 56-കാരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴയാറിന്റെ കാട്ടിക്കുന്ന് തീരത്ത് പാലാക്കരി ഫിഷ് ഫാമിന് സമീപമാണ് ഇത്തരത്തിൽ മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടി പൊങ്ങുകയുണ്ടായത്. ഇന്നലെ രാവിലെ ഇയാളുടെ ഇതെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു സ്കൂട്ടറും അതോടൊപ്പം തന്നെ ചെരുപ്പടക്കമുള്ള വസ്തുക്കൾ ഈ പുഴയോരത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ നിഗമനത്തിലെത്തുകയായിരുന്നു ഇയാൾ ഇത്തരത്തിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ പോലീസും ഫയർഫോഴ്സും ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകി വരെ തെരച്ചിൽ തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഈ ആറിന്റെ മറ്റൊരു ഭാഗത്ത് നിന്നും ഇയാളുടെ മൃതദേഹം കണ്ടെത്തുകയുണ്ടായത്. ശനിയാഴ്ച മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ഇയാളെ വീട്ടിൽ നിന്നും കാണാതായിട്ടുണ്ടായിരുന്നു. ഇയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. ഈ സ്ഥലം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് കൊടുങ്ങല്ലൂരുള്ള ഒരു സുഹൃത്തിനെ ബന്ധപ്പെടാനായിട്ട് പോവുകയാണ് എന്നായിരുന്നു വീട്ടിൽ അറിയിച്ചിരുന്നത്. പക്ഷേ ഏറെ മണിക്കൂറുകൾക്ക് ശേഷവും ഇയാളെ ഒരു വിവരവും ഇല്ലാതിരുന്നതിനെ തുടർന്ന് ഈ വീട്ടുകാർ പോലീസിൽ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് കേസ് അന്വേഷിച്ച് വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഇന്നലെ ഇയാളുടെ സ്കൂട്ടറും ചെരുപ്പും അവിടെ നിന്നും കണ്ടെത്തിയതും ഇപ്പോൾ എന്തായാലും മൃതദേഹം അടക്കം ഇന്നിപ്പോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. വൈക്കം പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൃതദേഹം അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി.